കന്യാകുമാരിയുടെ മൂലാധാര ഉണർവ്, അടഞ്ഞ വാതിലുകളും തടയപ്പെടുന്ന ആഗോള ഊർജ്ജമണ്ഡലവും എഴുത്ത്, ക്വാണ്ടം സ്പിരിച്വൽ വിശകലനം. ഭാരതീയ ആത്മീയ ഭൂപടത്തിൽ അതിവിശിഷ്ടമായ സ്ഥാനമാണ് തമിഴ്നാടിന്റെ ദക്ഷിണാഗ്രമായ കന്യാകുമാരിക്കുള്ളത്. ബംഗാൾ ഉൾക്കടൽ, അറേബ്യൻ കടൽ, ഇന്ത്യൻ മഹാസമുദ്രം എന്നീ 3 പെരുങ്കടലുകൾ സംഗമിക്കുന്ന ഈ അപൂർവ ഭൂമിശാസ്ത്ര ബിന്ദു ഭാരതത്തിന്റെ മൂലാധാര ക്ഷേത്രം, മൂലാധാര എനർജി നോഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു മനുഷ്യ ശരീരത്തിൽ കുണ്ടലിനി ശക്തിയുടെ ആധാരപീഠം മൂലാധാരമാകുന്നത് പോലെ ഭാരതത്തിന്റെ ആത്മീയ ഊർജ്ജപ്രവാഹത്തിന്റെ ആധാരം കന്യാകുമാരിയാണ്. എന്നാൽ ഇത്രയും മഹത്തായ ഒരു എനർജി ഹബ്ബിൽ തലമുറകളായി തുടർന്നു പോരുന്ന ഒരു ആചാരം ഇന്ന് വലിയ ശാസ്ത്രീയ വിശകലനങ്ങൾക്ക് വഴിമാറുകയാണ്. ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഈസ്റ്റ് ഡോർ എപ്പോഴും അടച്ചിട്ടിരിക്കുന്നുവെന്നത്. 1. അന്ധവിശ്വാസ കഥകളും നിലവിലെ യുക്തിരാഹിത്യവും. കിഴക്കേ നട അടച്ചിടുന്നതിന് തലമുറകളായി പ്രചരിപ്പിക്കപ്പെടുന്ന പ്രധാന കഥ ഇതാണ്. ദേവിയുടെ വജ്രമൂക്കുത്തിയുടെ പ്രകാശം കണ്ട് രാത്രികാലങ്ങളിൽ വരുന്ന കപ്പലുകൾ ലൈറ്റ് ഹൗസ് ആണെന്ന് തെറ്റിദ്ധരിച്ച് പാറയിൽ ഇടിച്ചു തകരുന്നു. അതിനാൽ വാതിൽ അടച്ചിടുന്നു. ഈ ഐതിഹ്യം പ്രഥമദൃഷ്ട്യാ തന്നെ വലിയ യുക്തിസഹമല്ലാത്ത ചിന്താഗതിയാണ്. രാത്രിയും പകലും തമ്മിലുള്ള വൈരുദ്ധ്യം. കപ്പലുകൾക്ക് വഴിതെറ്റുന്നത് രാത്രിയിലാണ് എങ്കിൽ എന്തുകൊണ്ട് പകൽ സമയത്ത് പോലും ഈ വാതിൽ തുറക്കുന്നില്ല? ആധുനിക നാവിക സംവിധാനങ്ങൾ, റഡാറുകളും GPS-ഉം APS ഉള്ള ആധുനിക കാലഘട്ടത്തിലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കപ്പൽ കഥയുടെ പേരിൽ വാതിൽ അടച്ചിടുന്നത് പ്രകൃതിദത്തമായ ഊർജ്ജ കൈമാറ്റത്തെ തടയുന്ന അന്ധവിശ്വാസമല്ലാതെ മറ്റൊന്നുമല്ല. 2-4 മഹാ ഊർജ്ജങ്ങളുടെ സംഗമവും ഡയലക്ട്രിക് തടസ്സവും. ഡയലക്ട്രിക് ബാരിയർ. കന്യാകുമാരിയെ സംബന്ധിച്ച് കിഴക്കേ നട വെറുമൊരു വാതിലല്ല, അത് പ്രകൃതിയുടെ അത്ഭുതകരമായ ഊർജ്ജ സർക്യൂട്ടിന്റെ എനർജി സർക്കിറ്റ് പ്രവേശന കവാടമാണ്. ഈ വാതിൽ തുറക്കുമ്പോൾ 4 പ്രബല ഊർജ്ജങ്ങൾ തമ്മിൽ നേരിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. സൂര്യോർജ്ജം, സോളർ എനർജി. ഉദയസൂര്യന്റെ പ്രകാശകണങ്ങളായ ഫോട്ടോണുകൾ, ഫോട്ടോൺസ് മൂർത്തിയിൽ നേരിട്ട് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. സമുദ്രോർജ്ജം, മെറീൻ ഹൈഡ്രോ എനർജി. 3 സമുദ്രങ്ങൾ സംഗമിക്കുന്നിടത്തെ അതിശക്തമായ നെഗറ്റീവ് അയോണുകളും സമുദ്ര തരംഗങ്ങളുടെ പ്രാണോർജ്ജവും. ഭൂമി ഊർജ്ജം, ടെല്ലുറിക്സ് ബൈ ലേ ലൈൻ എനർജി. ഭൂഖണ്ഡത്തിന്റെ അഗ്രത്തിലെ അതിശക്തമായ ഭൂകാന്തിക ഊർജ്ജം. മൂർത്തി ഊർജ്ജം, പ്രാണപ്രതിഷ്ഠ എനർജി. യന്ത്രമന്ത്ര സമന്വയത്താൽ പ്രതിഷ്ഠയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സ്കെയിലർ തരംഗങ്ങൾ, സ്കെയിലർ വേവ്സ്. ശാസ്ത്രീയ തടസ്സം, ദ ഫിസിക്സ് ഓഫ് ബ്ലോക്കേജ്. കിഴക്കേ നട അടച്ചിടുമ്പോൾ കനത്ത കൽഭിത്തികളും തടിയുടെ വാതിലും പ്രകൃതിക്കും പ്രതിഷ്ഠയ്ക്കുമിടയിൽ ഒരു ഡയലക്ട്രിക് ഇൻസുലേറ്റർ, ഡയലക്ട്രിക് ബാരിയറായി പ്രവർത്തിക്കുന്നു. ഇത് പ്രകൃതിദത്ത ഫോട്ടോണുകളെയും സമുദ്ര അയോണുകളെയും ഗർഭഗൃഹത്തിലേക്ക് കടത്തിവിടാതെ തടയുന്നു. തന്മൂലം അവിടെ നടക്കേണ്ട സ്വാഭാവികമായ ക്വാണ്ടം റെസൊനൻസ് നഷ്ടപ്പെടുകയും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് അനുഭവപ്പെടേണ്ട പൂർണ്ണമായ എനർജി സ്പൈക്ക് തടസ്സപ്പെടുകയും ചെയ്യുന്നു. 3. ദേശീയ കുണ്ടലിനി ഉണർവും ഭാരതത്തിന്റെ ആത്മീയ മേധാവിത്വവും. ഒരു വൃക്ഷത്തിന്റെ വേരുകൾ ബലമുള്ളതാകുമ്പോൾ മാത്രമാണ് ശാഖകൾ തഴച്ചു വളരുന്നത്. അതുപോലെ ഭാരതത്തിന്റെ മൂലധാര സ്ഥാനമായ കന്യാകുമാരിയിലെ എനർജി ഫ്ലോ തടസ്സപ്പെടുമ്പോൾ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ആത്മീയ തരംഗ നിരക്കിനെ, വൈബ്രേഷണൽ ഫ്രീക്വൻസി, അത് ബാധിക്കുന്നു. സുഷുമ്നാ നാഡിയുടെ ബന്ധം. തെക്കേ അറ്റത്തുള്ള കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് മധ്യഭാരതത്തിലെ കാശിയിലൂടെ വടക്കേ അറ്റത്തുള്ള കേദാർനാഥ്, കശ്മീർ, കൈലാസം വരെയുള്ള ആക്സിസ് ആണ് ഭാരതത്തിന്റെ ആത്മീയ സുഷുമ്ന. മൂലാധാരം ഉണരുമ്പോൾ കന്യാകുമാരിയിലെ വാതിൽ തുറന്ന് ഡയലക്ട്രിക് തടസ്സം മാറ്റി സൂര്യസമുദ്ര ഊർജ്ജത്തെ പ്രതിഷ്ഠയുമായി നേരിട്ട് ബന്ധിപ്പിക്കുമ്പോൾ തെക്കുനിന്നും വടക്കോട്ട് അതിശക്തമായ ഊർജ്ജ പ്രവാഹമുണ്ടാകുന്നു. ഈ തടസ്സം മാറ്റിയെടുക്കാൻ സാധിച്ചാൽ കാശിയിലും ഹിമാലയത്തിലും അനുഭവപ്പെടുന്ന അതേ അതിശക്തമായ ഫ്രീക്വൻസിയിലേക്ക് കന്യാകുമാരിയും ഉയരും. മൂലധാരവും സഹസ്രാരവും ഒരേപോലെ ചാർജ് ചെയ്യപ്പെടുന്നതോടെ ഭാരതം ലോകത്തിലെ തന്നെ നമ്പർ 1 ഡിവൈൻ എനർജി ഹബ്ബായി ശോഭിക്കും. നിഗമനം. ഭൂതകാലത്തിലെ യുക്തിരഹിതമായ കഥകളെയും അനാവശ്യ ഭയങ്ങളെയും മാറ്റിവെച്ച് ക്ഷേത്രങ്ങളെ ഊർജ്ജകേന്ദ്രങ്ങളായി കണ്ട് പുനർവിചിന്തനം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പ്രഭാത സൂര്യരശ്മികളും സമുദ്രക്കാറ്റും ദേവീ ചൈതന്യത്തെ തൊട്ടുരുമ്മി ഭക്തരിലേക്ക് പ്രസരിക്കാൻ കന്യാകുമാരിയുടെ കിഴക്കേ നട ദർശന സമയങ്ങളിൽ തുറന്നുകൊടുക്കുക തന്നെ വേണം. മൂലധാരത്തിന്റെ ഈ ഉണർവാണ് ഭാരതത്തിന്റെ അടുത്ത മഹത്തായ മുന്നേറ്റത്തിന് വിത്തുപാകുക.